ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവൻ നിങ്ങളെ വിളിക്കുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മർക്കോസ് 10-ാം അധ്യായം 49-ാം വാക്യം. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു കുരുടനെ വിളിച്ചു. ബർത്തിമായെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നവർ 3 പ്രധാന കാര്യങ്ങൾ പറഞ്ഞു. സന്തോഷത്തോടെ ഇരിക്കുക, എഴുന്നേൽക്കുക, അവൻ നിങ്ങളെ വിളിക്കുന്നു എന്ന്. ഇത് കേട്ടയുടനെ അവൻ തന്റെ വസ്ത്രം വലിച്ചെറിഞ്ഞ് എഴുന്നേറ്റ് കർത്താവായ യേശുവിന്റെ അടുക്കൽ വന്നു. ക്രിസ്തു ചിലരെ സുഖപ്പെടുത്താൻ വിളിക്കുന്നു. അവരുടെ ജീവിതത്തിലെ ശാപങ്ങൾ തകർക്കാൻ അവൻ ചിലരെ വിളിക്കുന്നു. രക്ഷ നൽകുവാൻ അവൻ ചിലരെ വിളിക്കുന്നു. തന്നെ അനുഗമിക്കാൻ അവൻ ശിഷ്യന്മാരെ വിളിച്ചു. മനുഷ്യരെ പിടിക്കാൻ അവൻ പത്രോസിനെ വിളിച്ചു. കർത്താവിന്റെ സാക്ഷിയായി നിൽക്കാൻ അവൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിനു വേണ്ടി ഒരാളെ നേടിയെടുക്കുമ്പോൾ അവൻ അന്ധകാരത്തിൽ നിന്ന് ദൈവത്തിന്റെ അത്ഭുതകരമായ വെളിച്ചത്തിലേക്ക് വരുന്നു. അവർ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു എന്ന് തിരുവെഴുത്ത് 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു. അവർ സ്വർഗരാജ്യം എന്നേക്കും അവകാശമാക്കും. അതുകൊണ്ട് ജനങ്ങളെയും ജനതകളെയും കർത്താവിങ്കിലേക്ക് നയിക്കുക. കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ വിളിച്ചത് 3 പ്രധാന കാരണങ്ങളിലാണ്. ആദ്യം അവൻ അവരെ വിളിച്ചത് അവർ തന്നോടൊപ്പമായിരിക്കാൻ വേണ്ടിയാണ്. രണ്ടാമതായി അവൻ അവരെ പ്രസംഗിക്കാൻ വിളിച്ചു. മൂന്നാമതായി രോഗികളെ സുഖപ്പെടുത്താനും ജനങ്ങൾക്ക് നന്മ ചെയ്യാനും അവൻ അവരെ വിളിച്ചു. ഇത് മത്തായി സുവിശേഷം 3-ാം അധ്യായം 14-15 വാക്യങ്ങളിലും 10-ാം അധ്യായം 7-8 വാക്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഒന്നാമതായി കർത്താവിനോട് കൂടെ ആയിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ പ്രഥമ കർത്തവ്യം ദൈവത്തിന്റെ കാൽക്കൽ ഇരിക്കുക എന്നതാണ്. അവനെ സ്തുതിക്കാനും അവനെ ആരാധിക്കാനും അവന്റെ നാമത്തെ മഹത്വപ്പെടുത്താനും നിങ്ങൾ അവന്റെ സാന്നിധ്യത്തിൽ ഉണ്ടായിരിക്കണം. രണ്ടാമതായി സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മത്തായി 10-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കർത്താവിനെ കുറിച്ച് പ്രഘോഷിക്കുകയും പ്രസംഗിക്കുകയും വേണം. പ്രസംഗിക്കാൻ നിങ്ങൾക്ക് അപര്യാപ്തത തോന്നുന്നുവെങ്കിൽ പോലും നിങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ പങ്കുവെക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായിരിക്കും എന്ന് അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയപ്പെടുന്നു. മൂന്നാമതായി കർത്താവിന്റെ നാമത്തിൽ ജനങ്ങൾക്ക് നന്മ ചെയ്യുക. ഈ കാരണത്താൽ കർത്താവ് നിങ്ങളെ ദരിദ്രരുടെ കൂട്ടത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ജീവിതകാലം മുഴുവൻ അന്ധകാരത്തിൽ കഴിയുന്ന വെളിച്ചത്തിനായി കൊതിക്കുന്ന ബർത്തിമായെ പോലെ കോടിക്കണക്കിന് ആളുകളുണ്ട്. അവരെ നിങ്ങൾ നയിക്കണം. യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി നടന്നതുപോലെ നിങ്ങളും ജനങ്ങൾക്ക് നന്മ ചെയ്യണം. ദൈവമക്കളെ, നിങ്ങളുടെ സ്വന്തം ശക്തിയിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫലം നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് കൂടുതൽ നല്ലത് ചെയ്യാൻ കഴിയും. അതിനാൽ രോഗികളെ സുഖപ്പെടുത്തുക, കുഷ്ഠരോഗികളെ ശുദ്ധീകരിക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക എന്നിവ നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചു. അതിനെ സൗജന്യമായി നൽകുക. ഇത് മത്തായി 10-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയപ്പെടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 കൊരിന്ത്യർ 14-ാം അധ്യായം 1-ാം വാക്യം. സ്നേഹമാചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 89-90 അധ്യായങ്ങൾ, വൈകുന്നേരം റോമർ 14-ാം അധ്യായം. ആമേൻ.